പരിശുദ്ധ റമദാന്റെ പുണ്യദിനങ്ങൾ അവസാനിക്കുന്ന ഈ ദിവസം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നത് കൊണ്ട് ഏവർക്കും ഒരു അഡ്വാൻസ് പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് പുതിയ വാർത്തയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഗസയിലുള്ള അമേരിക്കൻ ഇസ്രയേൽ ബന്ദിയായ എഡാൻ അലക്സാറിനെ വിട്ടയച്ചാൽ ഗസയിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയെ മാനിച്ച് അലക്സാർ ഉൾപ്പെടെ 5 ബന്ദികളെ വിട്ടയച്ചുകൊണ്ട് പുതിയ വെടിനിർത്തൽ കരാറിലൂടെ ട്രംപിന്റെ ഉറപ്പിന്റെ വിശ്വാസ്യതയെ പരീക്ഷിക്കാൻ ഹമാസ് തയ്യാറായിരിക്കുകയാണ്. റമദാൻ അവസാനിച്ചതിനാൽ ഈദുൽ ഫിത്തറിന്റെ ആഘോഷത്തിന്റെ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിന് തയ്യാറാവുന്നത് എന്ന് ഹമാസ് അറിയിച്ചെങ്കിലും ഇസ്രായേൽ ആരോപിക്കുന്നത് ഈദുൽ ഫിത്തറിന് വേണ്ടിയല്ല ഹമാസ് ഇപ്പോൾ വെടിനിർത്തലിന് തയ്യാറാവുന്നത് എന്നാണ്. അതിന് കാരണമായി അവർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗസയിലുടനീളം ഹമാസിനെതിരായി പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് ഹമാസ് ഇപ്പോൾ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നത് എന്നാണ്. അത് ശരിവയ്ക്കും വിധമാണ് ഇസ്രായേലിൽ നിന്നും പണം കൈപ്പറ്റി ഹമാസിനെതിരെ പ്രതിഷേധം നടത്തുന്നവരെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന പരിപാടി ഹമാസ് ആരംഭിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒഡൈ നാസർ അൽ റബ എന്ന 22 വയസ്സുള്ള പലസ്തീനിയെ ഹമാസ് പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് വധിച്ച് അയാളുടെ തന്നെ വീടിന് മുന്നിൽ ഉപേക്ഷിച്ചതായി ഇയാളുടെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പലസ്തീനികൾക്കിടയിൽ ഒറ്റുകാരെ വെച്ച് പൊറുപ്പിക്കാനാവില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെ ലോകം എങ്ങനെ വിലയിരുത്തിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് ഹമാസ് പറയുന്നത്. ഹമാസിനെതിരെ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന പലസ്തീനികളെ ഹമാസ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കൊല്ലപ്പെടുന്നത് ഇത് ആദ്യമാണെങ്കിലും ഈ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ പലരും അടുത്ത ദിവസങ്ങളിൽ കൊല്ലപ്പെടും എന്നൊരു ഭയം പലസ്തീനികൾക്കിടയിൽ പൊതുവെ ഉണ്ട് എന്നാണ് ഒരു അഭിപ്രായമുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 ദിവസത്തെ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ എല്ലാവരും ഹമാസിനെതിരായിട്ടുള്ള ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഹമാസിൻ്റെ ഈ നിലപാടാണ് ശരി എന്നാണ് എൻ്റെയും ഒരു വിശ്വാസം. കാരണം സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് ഹമാസ്. എന്നാൽ ഇസ്രായേലിൻ്റെ താല്പര്യമനുസരിച്ച് ഇസ്രായേലികളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് ഹമാസിനെതിരായിട്ട് തിരിഞ്ഞാൽ അത് ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വിഷയത്തെ ഇസ്രായേൽ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. കണ്ടോ, ഹമാസിനെതിരായി ഇപ്പോൾ പ്രതിഷേധം പലസ്തീനികൾ തന്നെ നടത്തുന്നു എന്ന രീതിയിലാണ് അവർ പ്രചാരണം നടത്തുന്നത്. ഇത് ശരിക്കും ഹമാസിനെ മാനസികമായി തളർത്താൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഇസ്രായേൽ വിജയിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത്തരം ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വന്നാൽ അത് തങ്ങൾ ഇസ്രായേലുമായിട്ട് ചെയ്യുന്ന യുദ്ധത്തിന് തടസ്സമായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസത്തെങ്കിലും വെടിനിർത്തലിന് തയ്യാറായിക്കൊണ്ട് ഹമാസ് ഇത്തരക്കാരെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഈദുൽ ഫിത്തറിൽ പങ്കെടുക്കാൻ വേണ്ടി യുദ്ധത്തിൽ തകർന്ന കടകളിൽ നിന്നും പലസ്തീനികൾ വസ്ത്രങ്ങൾ വാങ്ങുന്നത് യുദ്ധത്തിനിടയിലും കൊടും പട്ടിണിയുടെ റമദാനെയും പെരുന്നാളിനെയും ആഘോഷമായി അവർ കാണുന്നു എന്നുള്ളതിനാലാണ്. അവർ ഈ റമദാനെ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസിൽ നിന്നും കാര്യമായ ആക്രമണമൊന്നും ഈ മാസങ്ങളിൽ ഇസ്രായേലിന് നേരിടേണ്ടി വന്നിട്ടില്ല. അതോടൊപ്പം വെടിനിർത്തൽ കരാറിന് ഹമാസ് സമ്മതിക്കുന്നത് ഒരു മനഃശാസ്ത്രപരമായ നീക്കമാണെന്നാണ് ഇസ്രായേലിലെ തന്നെ പലസ്തീൻ വിരുദ്ധർ പറയുന്നത്. ഹമാസ് കടുത്ത സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സ്വയം ശാന്തരാകാൻ വേണ്ടി കുറച്ച് സമയം ആവശ്യമുണ്ട്. അതിനാണ് ഇപ്പോൾ ബന്ദികളെ വിട്ടു നൽകിക്കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവർ യുദ്ധവിരാമം ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഈ അവസരം ഇസ്രായേൽ നന്നായി തന്നെ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഇവരുടെ മറ്റൊരാവശ്യം. ഹമാസ് വിരുദ്ധ പ്രതിഷേധക്കാരെ സഹായിച്ചും ഗസയ്ക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ തുടർന്നും നടത്തി ഹമാസിനെതിരെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചാൽ ഗസ പിടിച്ചെടുക്കാം എന്ന് ഇവർ വിശ്വസിക്കുകയാണ്. ഈ അഭിപ്രായങ്ങൾക്കാണ് നെതന്യാഹു സർക്കാരും വില കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തെക്കൻ ഗാസ മുനമ്പിൽ കരയാക്രമണം വർദ്ധിപ്പിച്ചതായി ഇന്നലെ വൈകുന്നേരം ഇസ്രായേൽ സൈനികരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഗാസ സ്ട്രിപ്പിൻ്റെ അതിർത്തികളിൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് റഫേൽ അൽജൈന ഭാഗത്തേക്ക് സൈന്യം അതിക്രമിച്ച് കയറിയതായി IDF അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷനിൽ സൈന്യം പ്രദേശത്തെ ഹമാസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തതായും അവകാശപ്പെടുന്നു. കൂടാതെ കഴിഞ്ഞയാഴ്ചയിൽ ഡസൻ കണക്കിന് വ്യോമാക്രമണങ്ങളാണ് IDF ഗസയിൽ നടത്തിയത്. സൈന്യം ഹമാസിനെയും
പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനെയും ലക്ഷ്യമിട്ട് ആയുധ ഡിപ്പോകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ഹമാസിന്റെ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ എന്നിവയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണത്തിൽ 800-ലധികം ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. തന്നെയുമല്ല, ഗസയുടെ പല ഭാഗങ്ങളിലും IDF സൈനിക പോസ്റ്റുകളും വളരെയധികം വർദ്ധിപ്പിച്ചതിലൂടെ ഈദിന് ശേഷം ഹമാസുമായി ഒരു വൻ കരയുദ്ധത്തിനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇതിനു മുമ്പ് നടന്ന കരയുദ്ധത്തിൽ ഇസ്രായേലിന് വൻ നാശനഷ്ടമാണ് സംഭവിച്ചത്. അതിനാൽ ഹമാസ് പിൻവാങ്ങുന്നു എന്ന് കരുതി IDF ഗസയുടെ ഉള്ളിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാൻ ശ്രമിക്കരുത് എന്ന് യുദ്ധകാര്യ വിദഗ്ധർ നെതന്യാഹുവിനെ ഉപദേശിക്കുന്നുണ്ട്. ഹമാസിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ കാര്യമായ ആക്രമണങ്ങളില്ലാത്തത് ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നാണ് ഇവർ പറയുന്നത്. കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഗസയിലേക്ക് കടന്നു കയറുന്ന ഇസ്രായേൽ സൈന്യത്തിന് വലിയ നാശം വരുത്താൻ ഹമാസിന് ഇപ്പോൾ കഴിയും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. പ്രത്യേകിച്ച് അവർ ആളും ആയുധങ്ങൾ കൂടുതൽ സംഭരിച്ചിരിക്കുന്ന ഈ സമയത്ത് ഹമാസിന്റെ കെണിയിലേക്ക് ഇസ്രായേൽ സൈന്യം ചെന്ന് ചാടിക്കൊടുക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.